ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ്. സോ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നാഷണൽ പെൻഷൻ സ്കീം, പ്രത്യേകിച്ച് NPS വാത്സല്യ എന്നൊരു പദ്ധതിയെ കുറിച്ചിട്ടാണ്. സോ ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ കുറച്ചധികം ലെങ്ത് ഉള്ളതായിരിക്കും. അതായത് ഈ വീഡിയോയിൽ നമ്മൾ NPS എന്താണെന്നും NPS വാത്സല്യ എന്താണെന്നുള്ളതും വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ വെബ്സൈറ്റ് വഴി എങ്ങനെ ഈ ഒരു NPS വാത്സല്യ അക്കൗണ്ട് തുടങ്ങാനും അതിൽ എങ്ങനെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയെ പല ചാപ്റ്ററുകളായിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട്. ആ ചാപ്റ്ററുകളുടെ ടൈം ലൈൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഏതെങ്കിലും ഒരു സെക്ഷനിലേക്ക് ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടൈം ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് ജമ്പ് ചെയ്യാവുന്നതാണ്. സോ അത് യൂട്ടിലൈസ് ചെയ്യുമല്ലോ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഭാവി സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിന് സെൻട്രൽ ഗവൺമെൻറ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് NPS വാത്സല്യ എന്ന് പറയുന്നത്. സോ NPS എന്ന് പറയുന്നത് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും, നാഷണൽ പെൻഷൻ സ്കീം എന്നത്. ഇത് റിട്ടയർമെൻറ്റിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതിയാണ് NPS എന്ന് പറയുന്നത്. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു നിശ്ചിത ഇടവേളകളിൽ നമ്മൾ ഒരു പണം ഈ ഒരു NPS അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു. അത് അവിടെ കിടന്ന് വളരുന്നു. അത് വിരമിക്കലിന് ശേഷം നമുക്ക് ഈ പണം ലഭിക്കുന്നു. നമ്മുടെ ഒരു പെൻഷൻ പോലെ നമുക്കിത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഇടുന്ന എമൗണ്ടൊക്കെ വിവിധ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസ്, അതായത് മ്യൂച്വൽ ഫണ്ട്സ്, ഡെപ്റ്റ്, ഇക്വിറ്റി, ഗവൺമെൻറ് ബോണ്ട്സിലൊക്കെയാണ് നിക്ഷേപിക്കുക. സോ ഒരു ലോങ് ടേമിലേക്ക് ഇത് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യും. ഒരു 60 ശേഷം ഒരു പെൻഷൻ പോലെ നമുക്കിത് യൂസ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇതാണ് NPS എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ NPSനെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. സോ ഈ ഒരു NPSൽ നിലവിൽ 18 തൊട്ട് 60 വയസ്സ് വരെയുള്ളവർക്കാണ് ജോയിൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൽ കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സ്കീമിലേക്ക് ഇപ്പം കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാനും ആ അക്കൗണ്ടിലേക്ക് കുട്ടികളുടെ പേരിൽ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റുന്നതാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ 18 വയസ്സ് വരെ പാരൻസ് അല്ലെങ്കിൽ ഗാർഡിയൻസ് ആയിരിക്കും ഈ ഒരു അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുക, അവരുടെ പേരിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുക. 18 വയസ്സായി കഴിഞ്ഞാൽ കുട്ടി മേജറായി. അപ്പോൾ മേജർ ആവുന്നതോടുകൂടി അവർക്ക് തന്നെ അത് സ്വന്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനും അതുപോലെ അവരുടെ ഫ്യൂച്ചർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു NPS അക്കൗണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു അക്കൗണ്ടിലേക്ക് മിനിമം നമ്മൾ വർഷം 1000 രൂപയെങ്കിലും നിക്ഷേപിച്ചിരിക്കേണ്ടതാണ്. മാക്സിമം ലിമിറ്റ് ഇതിൽ പറയുന്നില്ല. അതുപോലെ ഈ ഒരു നമ്മളിടുന്ന എമൗണ്ടൊക്കെ ഇക്വിറ്റി, ഡെറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസിലേക്കായിരിക്കും അവർ നിക്ഷേപിക്കുക. ഈ ഒരു പദ്ധതിക്ക് നേരിട്ടൊരു നികുതി ആനുകൂല്യം നിലവിൽ ലഭ്യമായിട്ടില്ല. NPS വാത്സല്യയുടെ മറ്റു റൂൾസൊക്കെ എന്ന് പറയുന്നത് നിലവിലെ എക്സിസ്റ്റിംഗ് NPS റൂൾസിന് തുല്യം തന്നെയാണ്. അതുപോലെ തന്നെ വിഡ്രോൾസ് പെർമിറ്റഡ് ആണ്. പക്ഷേ അപ് ടു 25% മാത്രമാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുക. അത് കുട്ടികളുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ഇൽനെസ് ഒക്കെ വരുന്ന സമയത്താണ് 18 വയസ്സിന് മുന്നേ നമുക്ക് അങ്ങനെ ഒരു വിഡ്രോവൽ ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ മാക്സിമം 3 തവണ മാത്രമാണ് നമുക്ക് ഒരു വിഡ്രോവൽ പെർമിറ്റഡ് ആയിട്ടുള്ളത്. സോ ഈ ഒരു NPS വാത്സല്യ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഗാർഡിയൻ്റെ KYC ഡീറ്റെയിൽസ് വേണം. അതുപോലെ തന്നെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നമ്മളുടെ സൈൻ ചെയ്ത് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് NPS വാത്സല്യ എങ്ങനെയാണ് ഓൺലൈനായിട്ട് തുടങ്ങാൻ നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതിനായിട്ട് നമ്മൾ ആദ്യം ഫെഡറൽ ബാങ്കിൻ്റെ വെബ്സൈറ്റിലേക്ക് വരിക. അതിൽ NPS സ്കീമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് NPS വാത്സല്യ എന്ന് പറയുന്നത് കാണാം. അതുപോലെ ഓപ്പൺ NPS ഓൺലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. NPSൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് വേണ്ടവർക്ക് ഇതൊക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സോ ഞാനിവിടെ ഡയറക്റ്റ് NPS വാത്സല്യ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു പേജാണ് നമുക്ക് ഓപ്പൺ ചെയ്തു വന്നിരിക്കുന്നത്. സോ NPS വാത്സല്യയുടെ മുഴുവൻ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ഓപ്പൺ NPS ഓൺലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലൊരു പേജ് നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. സോ ഇങ്ങനെ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു പേജാണ് വരിക. ഇവിടെ 3 ഘട്ടങ്ങളാണുള്ളത്. ന്യൂ രജിസ്ട്രേഷൻ, കംപ്ലീറ്റ് പെൻഡിങ് രജിസ്ട്രേഷൻ, OTP ഒതൻറ്റിക്കേറ്റ്, ഈസൈൻ വ്യൂ രജിസ്ട്രേഷൻ ഫോം. അതായത് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നിങ്ങൾക്ക് ഇത് തീർക്കണമെന്നില്ല. നിങ്ങൾ ഓരോ ഘട്ടങ്ങളായിട്ട് നമുക്കിത് ചെയ്ത് തീർക്കാവുന്നതാണ്. സോ ആദ്യം തന്നെ രജിസ്റ്റർ വിത്ത് ചൂസ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ ഓഫ്ലൈൻ KYC വെച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പാൻ നമ്പർ വെച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഡോക്യുമെൻറ്റ് വിത്ത് ഡിജിലോക്കറുമായിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് ഈ ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പിന്നെ CKYC നമ്പർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. CKYC എന്നത് സെൻട്രൽ KYC രജിസ്റ്റർ ഉണ്ട്. എല്ലാവരുടെയും KYC ഡീറ്റെയിൽസ് ഒരു സെൻട്രൽ ഡെപ്പോസിറ്റ് സൂക്ഷിക്കുന്നുണ്ട്. ആ ഒരു ഡാറ്റ വെച്ചിട്ടും നമുക്കിവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. സോ ബേസിക്കലി CKYC നമ്പർ ആയിരിക്കും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ഞാൻ ആ CKYC നമ്പർ എന്നുള്ളത് സെലക്ട് ചെയ്തു. സോ അടുത്തായിട്ട് ആപ്ലിക്കൻ ടൈപ്പ് സെലക്ട് ചെയ്യേണ്ടതാണ്. നമുക്കിവിടെ NPS വാത്സല്യ മൈനസ് സബ്സ്ക്രൈബർ എന്നുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ സ്റ്റാറ്റസ് ഓഫ് ദ ആപ്ലിക്കൻറ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണ്. അക്കൗണ്ട് ടൈപ്പ് ടയർ 1 ആണ്. ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് NPS എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. നമുക്കിവിടെ സോഷ്യൽ മീഡിയ എന്ന് കൊടുക്കാം. സോ അടുത്തതായിട്ട് നമ്മളിവിടെ ഓൾറെഡി ഫെഡറൽ ബാങ്ക് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് POP നെയിം ഫെഡറൽ ബാങ്ക് എന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പാൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ അടുത്ത എൻ്റർ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്, കുട്ടിയുടെ അല്ല എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് വീണ്ടും
താഴെ വെരിഫൈ CKYC ഡീറ്റെയിൽസ് എന്നുണ്ടാവും. നമ്മൾ കാരണം ഇവിടെ രജിസ്റ്റർ വിത്ത് CKYC നമ്പർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ വെരിഫൈ CKYC ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. OTP സക്സസ്ഫുള്ളി സെൻഡ് ടു യുവർ CKYC രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മൊബൈലിലേക്ക് ഒരു OTP അവർ അയച്ചിട്ടുണ്ട്. ആ OTP നമുക്ക് പേജിൽ ഇവിടെ എൻ്റർ OTP എന്ന് പറയുന്നത് താഴെ ഒരു ഓപ്ഷൻ പുതുതായിട്ട് വന്നിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക, ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമുക്ക് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കാണാം. ഇനി അഥവാ നമുക്ക് OTP കിട്ടിയിട്ടില്ലെങ്കിൽ റീജനറേറ്റ് OTP അടിക്കാവുന്നതാണ്. ഞാനിവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുകയാണ്. സോ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് ഇതുപോലൊരു സബ്സ്ക്രൈബർ രജിസ്ട്രേഷൻ ഫോം വന്നു. ഇതിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സെൻട്രൽ KYC റെപ്പോസിറ്ററിയിലുള്ള നമ്മളുടെ ഡാറ്റ ഓട്ടോമാറ്റിക് വെബ്സൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. ആ ഡാറ്റ ഇവിടെ ഫിൽഡ് ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. റിലേഷൻഷിപ്പ് വിത്ത് മൈനർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ മാനുവലായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫാദർ, മദർ, ലീഗൽ ഗാർഡിയൻ എന്നുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ ഞാൻ ഫാദർ സെലക്ട് ചെയ്തു. മൊബൈൽ നമ്പർ ഓൾറെഡി വെരിഫൈഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. വാട്സാപ്പ് നമ്പറിലേക്ക് ഇവർക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾക്ക് അയക്കാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ടിക്ക് മാർക്ക് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ടിക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് ഇമെയിൽ ID വെരിഫിക്കേഷൻ കാണാം. ഇമെയിൽ ID ഓട്ടോമാറ്റിക് അതിൽ വന്നിട്ടുണ്ട്, പക്ഷേ അത് വെരിഫൈ ചെയ്തിട്ടില്ല. നമുക്ക് ഇവിടെ വെരിഫൈ ഓപ്ഷൻ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇമെയിലിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ ഈ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. സോ ഇപ്പോൾ നമ്മൾ താഴോട്ട് വന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇമെയിൽ ID വെരിഫൈഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയുന്നതാണ്. ഇവിടെ ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ്, നമ്മുടെ പാൻ ഡീറ്റെയിൽസ് ഒക്കെ ഓട്ടോമാറ്റിക് ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ സെർസായ ID കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പ്രൂഫ് ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മൈനർ ഡീറ്റെയിൽസ് എന്ന് പറയുന്നൊരു ബോക്സ് കാണാൻ കഴിയുന്നതാണ്. ആ മൈനർ ഡീറ്റെയിൽസ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫായിട്ട് ഞാൻ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാർഡിയൻ ഡീറ്റെയിൽസ് ഓൾറെഡി ഫിൽഡ് ആണ്. അതിൽ ഇമെയിൽ വെരിഫിക്കേഷൻ ചെയ്തു. അതിനുശേഷം മൈനർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തു. താഴെ ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസും എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു ക്യാപ്ച കൊടുത്തിട്ടുണ്ട്. ആ ക്യാപ്ച ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത ഓപ്ഷൻ വന്നിരിക്കുന്നത് ജനറേറ്റ് അക്നോളജ്മെന്റ് നമ്പർ എന്നുള്ളതാണ്. അത് ക്ലിക്ക് ചെയ്യുക. സോ ഇപ്പോൾ ഇതുപോലെ ഒരു അക്നോളജ്മെന്റ് നമ്പർ ഇവിടെ വന്നിട്ടുണ്ടാവും. നിങ്ങൾ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. കാരണം ഈ ഒരു അക്നോളജ്മെന്റ് നമ്പർ നമുക്ക് ആവശ്യമുണ്ട്. അതായത് ഇൻ ബിറ്റ്വീൻ നമ്മൾ ഈ പ്രോസസ്സ് നിന്ന് നോക്കുകയാണെങ്കിൽ ഈ അക്നോളജ്മെന്റ് നമ്പർ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ പ്രോസസ്സ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങളുടെ റെഫറൻസിനായിട്ട് ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. സോ ഇപ്പോൾ ഇതുപോലെ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ടാക്സ് പെയർ ഓഫ് കൺട്രീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ ടാക്സ് പെയർ ഓഫ് റെസിഡന്റ് ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ US പേഴ്സൺ ആണെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല എന്നുള്ളത് കൊടുക്കുക. അതുപോലെ ഫാദർ നെയിം നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അതിൻ്റെ താഴെയായിട്ട് പാൻ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അഡ്രസ് ഡീറ്റെയിൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മുടെ CKYC നിന്ന്. അതൊക്കെ ഓക്കെ ആണോ നോക്കുക. അതിനുശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സോ ഇനി അടുത്തതായിട്ട് ബാങ്ക് ആൻഡ് അതർ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനാണ്. സോ അതർ ഡീറ്റെയിൽസിൽ നമ്മുടെ ഗാർഡിയൻ്റെ ഒക്യുപ്പേഷൻ ഡീറ്റെയിൽസ് കൊടുക്കണം. സോ നിങ്ങളുടെ ജോലി എന്താണ്, അതുപോലെ തന്നെ ആനുവൽ ഇൻകം റേഞ്ച് എന്താണെന്നുള്ളത് കൊടുക്കുക. നമ്മൾ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് കൊടുക്കണം. അത് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഞാൻ കൊടുക്കുന്നില്ല. താഴെ ടയർ 1 നമ്മൾ അക്കൗണ്ട് ടൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ബാങ്ക് ഡീറ്റെയിൽസ് മൈനർതാണ്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങളിത് ബാധകമല്ല, ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം താഴെ സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. സോ ഇപ്പോൾ സ്കീം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു പേജാണ് വന്നിരിക്കുന്നത്. ഇവിടെ പെൻഷൻ മാനേജർ, അതായത് നേരത്തെ നമ്മൾ പറയുകയുണ്ടായി നമ്മൾ ഇതിലേക്ക് ഈ ഒരു സ്കീമിലേക്ക് നിക്ഷേപിക്കുന്ന ഫണ്ട് മാനേജ് ചെയ്യാൻ ഒരുപാട് ഫണ്ട് ഹൗസുകളുണ്ട്. അപ്പോൾ അവരാണ് ഇത് ഈ ഇക്വിറ്റിയിലാണോ ഡെപ്റ്റിലാണോ എവിടെയൊക്കെ ഉണ്ട് എന്നൊക്കെ തീരുമാനം നൽകുകയും അതിനനുസരിച്ച് നമുക്ക് റിട്ടേൺ കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഇപ്പം ഞാനിവിടെ ഡ്രോപ്പ് ഡൗണിൽ കാണുന്ന അത്രയും ഫണ്ട് ഹൗസസുകൾ അവൈലബിൾ ആണ്. HDFC പെൻഷൻ ഫണ്ട് മാനേജ്മെൻറ്റ് ലിമിറ്റഡ് ഉണ്ട്, ICICI ഉണ്ട്, ടാറ്റ ഉണ്ട്, ആദിത്യ ബിർള ഉണ്ട്, ആക്സിസ് ഉണ്ട്. ഒരുപാട് ഫണ്ട് ഹൗസുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഏതാണോ വേണ്ടത് നമ്മളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ HDFC ആണ് സെലക്ട് ചെയ്യുന്നത്. സോ ഇവിടെ പെൻഷൻ ഫണ്ട് മാനേജർ എടുത്തതിനെ സംബന്ധിച്ച് താഴെ 3 ഓപ്ഷൻ കാണാൻ പറ്റുന്നതാണ്. ടയർ 1 തന്നെ ECG എന്നൊക്കെ പറഞ്ഞിട്ട്, എന്ന് പറഞ്ഞാൽ ഇക്വിറ്റിയിലാണ് നമ്മൾ ഇടുന്ന എമൗണ്ട് 50% ചെയ്യാം. അതുപോലെ C ആണ് കോർപ്പറേറ്റ് ഡെബ്റ്റ്സിലൊക്കെയാണ് നമ്മൾ 30% ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ G എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബോൺസും കാര്യങ്ങളൊക്കെയാണ്, അതിലാണ് 20% ഇടുക. അപ്പോൾ ഒരു 100 രൂപയാണെങ്കിൽ 50 രൂപ ഇക്വിറ്റിയിലിടും, 30 രൂപ കോർപ്പറേറ്റ് ഡെബ്റ്റ്സിലാണ് ഇടുക, ഇൻവെസ്റ്റ് ചെയ്യുക. ഗവൺമെൻറ് ബോൺസിൽ 20 രൂപ നിക്ഷേപിക്കും. ഇങ്ങനെ ഡൈവേഴ്സിഫൈ ആയിട്ടാണ് ഈ എമൗണ്ട് നിക്ഷേപിക്കുക. സോ ഇവിടെ നമ്മൾ ചൂസ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എന്നുള്ളതിൻ്റെ താഴെ നമുക്ക് അഗ്രസീവ് ഓട്ടോ ചോയ്സ്, അതുപോലെ തന്നെ മോഡറേറ്റ് ഓട്ടോ ചോയ്സ്, കൺസർവേറ്റീവ് ഓട്ടോ ചോയ്സ് എന്ന് പറയാം. ഇക്വിറ്റി എപ്പോഴും റിസ്ക് ഉള്ളതാണ്. അപ്പോൾ അഗ്രസീവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന എമൗണ്ടിൻ്റെ 75% നമ്മുടെ ഇക്വിറ്റിയിലേക്കായിരിക്കും അവർ നിക്ഷേപിക്കുക. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഡെബ്റ്റ്സിലാണെങ്കിൽ 10%, ഗവൺമെൻറ് ബോൺസിൽ 15% നിക്ഷേപിക്കുക. അപ്പം ഇക്വിറ്റിയിലാവുന്ന സമയത്ത് റിസ്ക് കൂടുതലാണ്, അതുപോലെ തന്നെ റിട്ടേണും കൂടുതലായിരിക്കും. സോ ഇനീഷ്യൽ ഡേയ്സിലൊക്കെ നമുക്ക് ഒരു 75% ഇക്വിറ്റിയിലേക്ക് പോകുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല.
നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ സൈഡിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ബ്രോഷർ കിട്ടും. അതിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കി ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. സോ ഞാനിവിടെ ഒരു ഇക്വിറ്റി അഗ്രസീവ് ഓട്ടോ ചോയ്സ് LC75 ആണ് എടുത്തിരിക്കുന്നത്. സോ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 75% ഇക്വിറ്റിയിലായിരിക്കും നിക്ഷേപിക്കുക. സോ ഞാൻ അതാണ് ചൂസ് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിന് ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ആനുവൽ ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻസ് നമ്മൾ ഇമെയിലായിട്ട് വരാനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കൊറിയറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ പാൻ കാർഡ്, പെർമനന്റ് റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്ന ഒരു കാർഡ് നമുക്ക് കിട്ടുന്നതാണ്. പാൻ കാർഡ് പോലെ തന്നെ ഒരു കാർഡ് നമുക്ക് കിട്ടുന്നതാണ്. സോ ആ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം താഴെ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ഈ ഒരു ഡീറ്റെയിൽ ആണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ ഫോട്ടോ ഓൾറെഡി അപ്ലോഡ് ആയി വന്നിട്ടുണ്ട്. ചില സമയത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫയലിൽ നിന്ന് ചൂസ് ചെയ്ത് എടുക്കേണ്ടി വരുന്നതാണ്. സോ ഇത് ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കുന്നില്ല. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സോ സിഗ്നേച്ചർ നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്തതിന് ശേഷം ഫോട്ടോ എടുത്ത് വെക്കേണ്ടതാണ്. ആ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. സോ ഞാനിവിടെ സിഗ്നേച്ചർ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. സോ ഇനി താഴെയുള്ളത് സേവ് ആൻഡ് കൺഫേം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സേവ് ചെയ്യുക, കൺഫേം ചെയ്യാവുന്നതാണ്. സോ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ JPG ഫോർമാറ്റിലായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പം ഞാൻ കൺഫേം കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒന്നും കൂടി വന്നിട്ടുണ്ട്. നമുക്ക് ആ ഡീറ്റെയിൽസ് നമ്മൾ ഇതുവരെ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാവുന്നതാണ്. സോ നെക്സ്റ്റ് അടിക്കുക. എല്ലാ പേജുകളും നമ്മൾ ഇതുവരെ കൊടുത്ത ഡീറ്റെയിൽസ് ഒന്ന് റിവ്യൂ ചെയ്യുക. അതിനായിട്ട് താഴെ വീണ്ടും നെക്സ്റ്റ് അടിച്ച് പോകാവുന്നതാണ്. സോ അപ്പോൾ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ്. ഇനി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. ഫസ്റ്റ് ടൈം ടയർ 1 കോൺട്രിബ്യൂഷൻ എമൗണ്ട്, നമ്മൾ ആദ്യത്തെ കോൺട്രിബ്യൂഷൻ എമൗണ്ട് എത്രയാണെന്നുള്ളത് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. മിനിമം 1000 രൂപയെങ്കിലും നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ്. സോ 1000 തന്നെ നമ്മൾ എൻ്റർ ചെയ്യാം. അതിനുശേഷം കൺഫേം പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. സോ ഇപ്പോൾ ഇവിടെ താഴെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ സമ്മറി വന്നിട്ടുണ്ട്. അതായത് ടോട്ടൽ കോൺട്രിബ്യൂഷൻ നമ്മൾ ചെയ്യുന്നത് 1000 രൂപയാണ്. ചാർജ് ഫോർ അക്കൗണ്ട് ഓപ്പണിംഗ്, അതായത് ഓൺലൈനായിട്ട് ഇങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് 400 രൂപ ചാർജ് വരുന്നുണ്ട്. അതിന് GST 72 രൂപയും വരുന്നുണ്ട്. അതുപോലെ ചാർജസ് ഫോർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു 30 രൂപയും 5 രൂപ 40 പൈസ GST വരുന്നുണ്ട്. ടോട്ടൽ നമ്മൾ 1507 രൂപ 40 പൈസ കോൺട്രിബ്യൂഷനായിട്ട് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ അടയ്ക്കേണ്ടതാണ്. സോ തുടർന്ന് നമ്മൾ ഡിക്ലറേഷൻ ഒക്കെ കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കൺഫേം രജിസ്ട്രേഷൻ എന്നുള്ളത് കൊടുക്കുക. സോ ഇപ്പോൾ വീണ്ടും ഓപ്ഷൻ വന്നിരിക്കുകയാണ് കൺഫേം യുവർ ഡീറ്റെയിൽസ്, അതായത് കുട്ടിയുടെ പേര്, ഗാർഡിയൻ്റെ പേര്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ വന്നിട്ടുണ്ട്. കൺഫേം കൊടുക്കുക. അടുത്തതായിട്ട് ഡിജിറ്റൽ ഫോം സബ്മിഷൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ OTP മെത്തേഡ് ഉണ്ട്, ഇ-സൈൻ മെത്തേഡ് ഉണ്ട്. ഇ-സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആധാർ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇ-സൈൻ മെത്തേഡ്. സോ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളത് OTP ഒതൻറ്റിക്കേറ്റ് മെത്തേഡാണ്. സോ നമ്മൾ OTP ഒതൻറ്റിക്കേറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം താഴെയുള്ള ക്യാപ്ച എൻ്റർ ചെയ്തെടുക്കുന്നു. എന്നിട്ട് ജനറേറ്റ് OTP ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കേണ്ട ഒരു OTP നമ്മളെ ഇമെയിലിലേക്കോ മൊബൈൽ നമ്പറിലേക്കോ അയച്ചിട്ടുണ്ടാവും. അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. സോ നമുക്കതിവിടെ എൻ്റർ ചെയ്തെടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഇമെയിൽ OTP മൊബൈൽ OTP എൻ്റർ ചെയ്ത് കൊടുത്തു. താഴെ ക്യാപ്ച കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക. വെരിഫൈ OTP എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് പേജിലേക്ക് എത്തി. നേരത്തെ നമ്മളെ പേയ്മെൻറ്റ് സ്ട്രക്ചർ കാണിച്ചിരുന്നു. 1507 രൂപ 40 പൈസ അടയ്ക്കാനുണ്ട്. അത് അടയ്ക്കാനായിട്ട് ഇവിടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉണ്ട്, അതുപോലെ UPI ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. സോ ഞാൻ UPI ആണ് സെലക്ട് ചെയ്യുന്നത്. സോ ഞാനിവിടെ UPI ID അടിച്ചു കൊടുത്തിട്ട് ചെയ്യാം. അതുപോലെ തന്നെ UPI QR കോഡ് ഉണ്ട്. നമുക്ക് UPI QR കോഡ് സെലക്ട് ചെയ്യാം. അതിനുശേഷം താഴെ പേ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഓർഡർ നമ്പർ, മെർച്ചൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കാണാവുന്നതാണ്. ഞാനിപ്പോൾ പേ നൗ കൊടുക്കുകയാണ്. സോ ഇപ്പോൾ ഒരു QR കോഡ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി സിമ്പിളായിട്ട് നിങ്ങളുടെ മൊബൈലിൽ ഏതെങ്കിലും ഒരു UPI ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സോ ഞാനിപ്പം എൻ്റെ പേയ്മെൻറ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ പേജിൽ അത് അപ്ഡേറ്റ് ആവുന്നതേ ഉള്ളൂ. സോ ഇപ്പം ഇതുപോലെ ഒരു പേജാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പേയ്മെൻ്റ് ഒക്കെ കംപ്ലീറ്റ് ആയി. നമുക്ക് റെസീപ്റ്റ്, പേയ്മെൻറ്റ് കൺഫർമേഷൻ റെസീപ്റ്റ് ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇവിടെ ഡൗൺലോഡ് രജിസ്ട്രേഷൻ ഫോം ഉണ്ട്. നമുക്കത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ഡൗൺലോഡ് ബട്ടൺ ചെയ്യാം. അപ്പോൾ അത് ഡൗൺലോഡ് ആവുന്നതാണ്. സോ ഏകദേശം നമ്മുടെ സ്റ്റെപ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രോസസ്സ് കംപ്ലീറ്റ് എന്നുള്ളതാണ്. അത് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് വരേണ്ടതാണ്. നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. സോ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ NPS വാത്സല്യം ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെർമനന്റ് റിട്ടയർമെൻറ്റ് അക്കൗണ്ട് നമ്പർ, അതായത് പ്രാൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ ഫർദർ കോൺട്രിബ്യൂഷൻ ചെയ്യേണ്ടത്. സോ മെയിലിൽ നിന്ന് ഇപ്പോൾ മൈ NPS അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വന്നിട്ടുണ്ട്. സോ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പം ഇൻറ്റിമേഷൻ ഓഫ് പ്രാൻ രജിസ്ട്രേഷൻ NPS എന്ന മെയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെൽക്കം കിറ്റ് കാണാൻ കഴിയുന്നതാണ്. ആ വെൽക്കം കിറ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക.
സോ ഇപ്പോൾ വെൽക്കം കിറ്റ് ഓപ്പൺ ആയി വരുന്നതാണ്. അതൊരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. സോ പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ, അതായത് നമ്മുടെ കുട്ടിയുടെ പേരിൻ്റെ ആദ്യത്തെ 4 ലെറ്റർ സ്മോൾ ലെറ്ററിൽ അടിക്കുക. അതിനുശേഷം ജനിച്ച ദിവസവും ജനിച്ച മാസവും DD MM എന്നുള്ള ഫോർമാറ്റിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആവുന്നതാണ്. സോ ഇപ്പോൾ ഇതുപോലൊരു വെൽക്കം ലെറ്ററാണ് നമുക്ക് ഓപ്പൺ ആയി വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ പാൻ കാർഡിൻ്റെ കോപ്പി ഇവിടെ ഉണ്ടാവും. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അവിടെയും പാസ്വേഡ് ഉണ്ട്, സെയിം പാസ്വേഡ് തന്നെയാണ് ഇവിടെയും. സോ ഇപ്പോൾ ഇതിലൊരു പാൻ കാർഡ് ജനറേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഇമെയിലിൽ ഈ ഡീറ്റെയിൽസ് വരുന്നതാണ്. എല്ലാവരും ചെക്ക് ചെയ്യുക. ഇന്ന് തന്നെ നിങ്ങൾക്ക് നിക്ഷേപം ഫെഡറൽ ബാങ്കിൻ്റെ സൈറ്റ് വഴി തന്നെ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനതിന് മറുപടി തരുന്നതാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.